പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ മാസം 28-ാം തീയതിയായിരുന്നു ദാജിയുടെ 70ാമത്തെ പിറന്നാൾ ആഘോഷം. ഓരോ തവണ നമ്മൾ ഈ മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും ആ സമയത്ത് അദ്ദേഹം നമുക്ക് തരുന്ന സന്ദേശങ്ങൾ, നമ്മൾ അടുത്ത ഭണ്ഡാര വരെ നമ്മൾ അതിനെക്കുറിച്ച് വായിച്ച് മനനം ചെയ്ത് സ്വാംശീകരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. നമുക്ക് ഓരോ 3 മാസം കൂടുമ്പോഴും നമ്മൾ മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. സാധാരണ ഈ മാസ്റ്റർ തന്നെ പറയാറുണ്ട്, ഈ പിറന്നാൾ ആഘോഷം എന്ന് പറയുന്നത് ഭാരതീയരായിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് അത്ര സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ശീലം ഭാരതീയർക്കില്ല. നമുക്ക് സാധാരണ നമ്മൾ സ്കൂളിൽ ചേരുമ്പോഴോ കോളേജിൽ ചേരുമ്പോഴൊക്കെ ഈ ഫോം ഫില്ലപ്പ് ചെയ്യുമ്പോഴാണ് ബർത്ത്ഡേയെ കുറിച്ചൊക്കെ ഓർമ്മ വരിക. അതിനെന്താ കാരണം വെച്ചാൽ അതിന് മഹത്തായ ഒരു ആത്മീയ പാരമ്പര്യമുണ്ട് അതിൻ്റെ പിന്നിൽ. കാരണം ആത്മാവിന് ജനനവുമില്ല, മരണവുമില്ല, തുടക്കവുമില്ല, ഒടുക്കവുമില്ല. അപ്പം പിന്നെ എന്തിനാണ് ഈ തുടക്കം ആഘോഷിക്കുന്നത് എന്നുള്ള ആത്മീയ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയർ ഈ ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും കാര്യമായിട്ട് എടുക്കാത്തത്. അപ്പോൾ ഒരു മഹത്തായ തത്വം ഉണ്ട് അതിൻ്റെ പേരിൽ. പക്ഷേ നമ്മൾ ഇന്ത്യക്കാർ ആഘോഷിക്കുന്നത് അവതാര പുരുഷന്മാരുടെ ജന്മദിനം, മഹാഗുരുക്കന്മാരുടെ ജന്മദിനമൊക്കെയാണ് നമ്മൾ ആഘോഷിക്കുക. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മൾ മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് കാരണം എന്താണ്? കാരണം അവർ ഈ ഭൂമിയിൽ വന്നതുകൊണ്ട്, അവരുടെ സംപ്രേഷണം കൊണ്ടാണ് നമ്മളുടെ ആത്മാവ് ഉണർന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ ട്രാൻസ്മിഷൻ നമ്മൾ ആദ്യമായിട്ട് സ്വീകരിക്കുന്ന ദിവസം എന്ന് പറയുന്നത് നമുക്കൊരു പുനർജന്മമാണ്. അതുവരെ ഉറങ്ങിക്കിടന്നിരുന്ന ആത്മാവ് ഈ സംപ്രേഷണം കൊള്ളുമ്പോൾ ഉണർന്നെഴുന്നേൽക്കുകയാണ്. ഒരു പുതിയ ജന്മത്തിലേക്ക്, പ്രകാശ ലോകത്തിലേക്കുള്ള യാത്ര. അതുവരെ അത് ഒരു ഉറക്കത്തിലാണെന്ന് പറയാം. അപ്പോൾ ആത്മാവിൻ്റെ പുനർജന്മമാണ് നമ്മൾ ട്രാൻസ്മിഷനിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ട്രാൻസ്മിഷൻ്റെ ഉറവിടമാണ് മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ ഈ ഭൂമിയിൽ വന്നതുകൊണ്ടാണ് ഈ സംപ്രേഷണത്തിൻ്റെ ഉറവിടവുമായിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചത്. അപ്പോൾ ആ അർത്ഥത്തിൽ മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ സ്വന്തം ബർത്ത്ഡേ പോലെയാണ് ആഘോഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലെ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബർത്ത്ഡേക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ എല്ലാ മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേയും നമ്മൾ സ്വന്തം ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് 4ാമത്തെ മാസ്റ്ററാണ് ഇപ്പോഴത്തെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി. അതുകൊണ്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും നമുക്ക് മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ നമ്മുടെ സ്വന്തം ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കാം. ഇപ്പോൾ ഭാരതീയ തത്വചിന്തനുസരിച്ച് അതിന് ദ്വിജ എന്ന് പറയും, രണ്ടാമത് ജനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ആദ്യം നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അവരെ മക്കളായിട്ട് നമ്മൾ ജനിക്കുന്നു. അതാണ് നമ്മുടെ ആദ്യത്തെ ജന്മം. പിന്നീട് സംപ്രേഷണം ഏൽക്കുമ്പോൾ നമുക്ക് പുനർജന്മമാണ്. അപ്പോൾ രണ്ടാമത്തെ ജന്മമായതുകൊണ്ട് അതിനെ ദ്വിജ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ടാമത്തെ ജന്മത്തിലാണ് നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള സാധ്യത ഉള്ളത്. മഹാഭാരതത്തിലെ കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവിനെ ദ്വിജ എന്ന് വിളിക്കുക. കാരണം അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ
ബ്രഹ്മാസ്ത്രം കൊണ്ട് മരിച്ചു പോവുകയാണ്. അശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. പിന്നീട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് പുനർജന്മം കൊടുക്കുക അവിടുന്ന് തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ദ്വിജൻ എന്ന് വിളിക്കുന്നത്, രണ്ടാമതും മരിച്ച് ജനിച്ച ആളെന്ന്. അതുകൊണ്ട് ഉന്നതമായ ആത്മാവായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് പിന്നെ ഭാഗവതം ശുഖബ്രഹ്മ മഹർഷി പറയുന്നു അദ്ദേഹത്തിന് മോക്ഷപ്രാപ്തി കിട്ടുന്നതായിട്ടുള്ള കഥയുടെ പിന്നിലുള്ള ആശയം ഈ രണ്ടാമത്തെ ജന്മമാണ്, ദ്വിജൻ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ഓരോ ഹാർട്ട്ഫുൾനെസ് അഭ്യാസി വളരെ ഭാഗ്യം ചെയ്ത ആത്മാക്കളാണ്. കാരണം പൂർവജന്മത്തിലുള്ള നമ്മുടെ സംസ്കാരങ്ങൾ നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് നമുക്ക് ഈ മാസ്റ്റേഴ്സിനെ തിരിച്ചറിയാനും ഈ സാധന പദ്ധതിയിൽ എത്തിച്ചേരാനും സാധിച്ചത്. അപ്പം ആ നിലയ്ക്ക് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും പൂർവജന്മ സംസ്കാരങ്ങൾ നന്നായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ടാണ് ഇത്ര മഹത്തായ ഈ ആത്മീയ പാതയിൽ നമ്മൾ എത്തിപ്പെട്ടതെന്ന്. ഓരോ പ്രാവശ്യവും മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് നമ്മൾ ആ നന്ദിബോധം നമ്മുടെ ഉള്ളിൽ പ്രകടമാക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ജന്മം കൊണ്ടാണ് നമ്മുടെ ജന്മത്തിന് ഒരു സാഫല്യത്തിനുള്ള അവസരം ഉണ്ടായിരുന്നു അർത്ഥം. അങ്ങനെ സംപ്രേഷണത്തോടു കൂടി നമ്മൾ ഉള്ള ധ്യാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ? സാധാരണ നിലയ്ക്ക് നമുക്ക് ഇപ്പോൾ നേരത്തെ സുധേച്ചി പറഞ്ഞു സിറ്റിങ് വളരെ ഡീപ്പായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. എന്നുള്ളതിനെ കുറിച്ച് അറിയുന്നതിന് വലിയ പ്രാധാന്യമില്ല, നമ്മൾ അനുഭവിക്കേണ്ടതുണ്ട് എന്താണ് അവസ്ഥ എന്നുള്ളത്. ചാർജി മഹാരാജ് പറയാറുണ്ട്, ഇപ്പം നിങ്ങൾ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു സിറ്റിയിൽ. ഇപ്പോൾ ആദ്യമായിട്ട് പോകണം, വഴി അറിയില്ല. അപ്പോൾ വഴി ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയി. അപ്പോൾ നിങ്ങൾ സുഹൃത്തിനെ വിളിച്ചു ചോദിക്കും, ഞാനിങ്ങനെ വീട്ടിലേക്ക് വരികയാണ്, വഴി തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ സുഹൃത്ത് എന്താ പറയുക, നീ ഇപ്പോൾ എവിടെയാണെന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടുന്ന് എൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് മുന്നോട്ടുള്ള യാത്രയിൽ വളരെ പ്രധാനമാണ്. ഓരോ പ്രാവശ്യം നമുക്ക് സംപ്രേഷണത്തിലൂടെ അതിലൂടെ ലഭിക്കുന്ന ആധ്യാത്മിക നില നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ സത്സംഗത്തിന് ശേഷം ഒന്ന് AEIOU എന്നുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ആ സമ്പത്ത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് തന്ന ആളോട് നമുക്കൊരു നന്ദിബോധം നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാലേ അതിനെ നമുക്ക് അഭിനന്ദിക്കാനും അതുപോലെ അടുത്ത അവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ച് അതിലേക്ക് മാറാനും സാധിക്കുന്നു. അപ്പോൾ അടുത്ത ആധ്യാത്മിക നില വരുമ്പോൾ നമ്മളത് വീണ്ടും അതിനെ നന്ദിബോധത്തോടെ ആ അവസ്ഥയെ സ്മരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നഷ്ടപ്പെടും. ഈ നന്ദിബോധത്തിനുള്ള അവസരം ഈ തരുന്ന ആളോട് നന്ദിബോധത്തിനുള്ള ഒരു അവസരം നമുക്ക് കിട്ടില്ല. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ നന്ദിബോധമാണ് നമ്മളെ സ്നേഹത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ നന്ദി എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഭാവമാണ്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ നന്ദിബോധം എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം നമുക്ക് തരുന്ന കണ്ടീഷൻസിനെയും ആത്മീയ നിലകളെയും തിരിച്ചറിഞ്ഞ് അതിനോട് നന്ദിബോധം പ്രകാശിപ്പിക്കുക എന്നതാണ്. അപ്പം അത് വളരെ പ്രധാനമാണെന്ന് അർത്ഥം. ഈ നന്ദിബോധം സ്നേഹത്തിലേക്കും ആ സ്നേഹമാണ് നമ്മളെ സമർപ്പണത്തിലേക്ക് നയിക്കുന്നത്. ഹാർട്ട്ഫുൾനെസ് ഭാഷയിൽ തന്നെ ഈശ്വര പ്രണിധാനം എന്ന് പറയും. പരിപൂർണമായിട്ടുള്ള സമർപ്പണത്തിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ
ഓരോ പ്രാവശ്യം ധ്യാനം ചെയ്തു കഴിഞ്ഞാലും നമ്മൾ നമ്മളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. അതിനെ സ്വാധ്യായം എന്ന് പറയാം. ആത്മപരിശോധന. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അപ്പോൾ അതിൻ്റെ അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശീലം എന്താണ്? എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ശീലമാണ്. നമുക്ക് കക്ഷി ചേരുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവായ രീതി. എവിടെ എന്ത് കണ്ടാലും നമ്മൾ അതിൽ ഇടപെടും. അതാണ് കക്ഷിയാണ് നമ്മൾ. ധ്യാനം ചെയ്യുമ്പോഴാണ് ആ കക്ഷി എന്നുള്ള ഭാവം നമ്മൾ നിർത്തിയിട്ട് നമ്മൾ നിരീക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ കക്ഷിയിൽ നിന്ന് നമ്മൾ നിരീക്ഷകനിലേക്ക് ഒരു മാറ്റം വരും നമ്മുടെ അവസ്ഥയെ. നിരീക്ഷകൻ പിന്നീട് സാക്ഷിയായിട്ട് മാറുകയാണ്. സാക്ഷി എന്ന് പറയുന്നതാണ്, സാക്ഷിയുടെ മറ്റൊരു വാക്കാണ് സർവം സാക്ഷി അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ കക്ഷി, നിരീക്ഷകൻ, സാക്ഷി, ഈ മൂന്നവസ്ഥകളെയാണ് കൂടെയുള്ള യാത്രേനെയാണ് നമ്മൾ സ്വാധ്യായം അല്ലെങ്കിൽ ആത്മപരിശോധന എന്ന് പറയുന്നത്. ഇത് ഓരോ മെഡിറ്റേഷൻ കഴിഞ്ഞാലും ഈ സ്വാധ്യായം അനിവാര്യമാണ്. അതാണ് നമ്മളെ ഈശ്വര പ്രണീധാനം അല്ലെങ്കിൽ സമർപ്പണത്തിലേക്ക് നയിക്കുന്നത്. നന്ദിബോധം, സ്നേഹം, സമർപ്പണത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് ഈ നമ്മൾ മാസ്റ്റേഴ്സ് ബർത്തിലെ സിറ്റിങ്ങുകളൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു അവബോധം വേണം. അറിയല്ല, നമ്മുടെ ഉള്ളിൽ അത് അനുഭവിക്കണം. എന്താണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എന്നല്ല എന്നുള്ളത്. അത് വളരെ അനിവാര്യമാണ്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ പറയും, ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ പറയും ലയാവസ്ഥ എന്നാണ് പറയാം. കബീർദാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മഴവെള്ളത്തുള്ളി സമുദ്രത്തിൽ വീണ് അത് സമുദ്രമാവുന്ന അവസ്ഥ. ഇതാണ് ഉന്നതമായ ആത്മീയ നിലയെക്കുറിച്ച് പറയാം. അതിനാണ് നമ്മൾ ആ ലയാവസ്ഥ എന്നുള്ള അവസ്ഥയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ധ്യാനം കഴിയുമ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മൾ ആത്മപരിശോധന ചെയ്യണു. അത് കഴിഞ്ഞ് ആ അവസ്ഥ നമ്മുടെ എല്ലാ ശരീരത്തിൻ്റെ കോശങ്ങളിലും വ്യാപിക്കുന്നു, സൂക്ഷ്മ ശരീരത്തിൽ വ്യാപിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള സർവചരാചരങ്ങളും ദിവ്യസ്മരണയിലാണെന്നുള്ള സങ്കല്പത്തിൽ. എന്നിട്ട് ആ ആത്മീയ നില മാത്രം നില ബാക്കിയാവുന്നു. നമ്മളതിൽ അലിഞ്ഞു ചേരുന്നു. അതിന് സായുജ്യം എന്ന് പറയാം. അപ്പം ഇതിനാണ് ലയാവസ്ഥ എന്ന് പറയുന്നത്, സായുജ്യത്തിന്. ഇത് ഓരോ ചക്രങ്ങളിലും നടക്കും. അതായത് ആദ്യം ആ ലോകത്തിൽ എത്തും. ഇപ്പോൾ ഒന്നാമത്തെ ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ പോയിന്റിലാണെങ്കിൽ നമ്മൾ ഭൂമി, അവിടെ എത്തുന്ന സമയത്ത് ആദ്യം ആ ലോകത്തിലെത്തും. അതിനെ സാലോക്യം എന്ന് പറയാം ആത്മീയ ഭാഷയിൽ. അത് കഴിഞ്ഞ് ധ്യാനം തുടരുമ്പോൾ നമ്മൾ അതിനോട് അടുക്കും. അതിനാണ് സാമീപ്യം എന്ന് പറയുന്നത്. പിന്നെ ആ അവസ്ഥയുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതിനെ സാരൂപ്യം എന്ന് പറയും. പിന്നെ ആ അവസ്ഥയിൽ ലയിക്കുന്നതിനെ നമ്മൾ സായുജ്യം എന്ന് പറയും. അപ്പോൾ ആ സാലോക്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം, ഇത് ഓരോ ചക്രങ്ങളിലും സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ നിരീക്ഷിക്കേണ്ടതും പിന്നീട് സാക്ഷിയാവേണ്ടതും ഉള്ള ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ലയാവസ്ഥയാണ് നമ്മൾ ഇതുവരെ ഹാർട്ട്ഫുൾനെസ് പുസ്തകങ്ങളിലൊക്കെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ്. ഹൃദയമണ്ഡലത്തിൽ നമ്മൾ ഹൃദയമണ്ഡലം കടക്കണം. അപ്പോൾ മോക്ഷപ്രാപ്തി, ആദ്യത്തെ 5 പോയിന്റുകൾ കടക്കുമ്പോൾ നമ്മൾ മോക്ഷപ്രാപ്തി എന്ന് പറയും. അത് കഴിഞ്ഞ് മനോമണ്ഡലത്തിൽ നമ്മൾ സാക്ഷാത്കാരം എന്നാണ് പറയാം. അത് കഴിഞ്ഞ് കേന്ദ്രമണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ ലയാവസ്ഥ. അങ്ങനെയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ അതിൻ്റെ പുരോഗതിയെക്കുറിച്ച് നമ്മൾ പറയുന്നു. ഇത്തവണ ബാബുജി മഹാരാജ് പറയുന്നത്, ഇപ്പോൾ ഇന്ന് ഇത്തവണത്തെ മെസ്സേജിൽ നമുക്ക് പറയണത്, ഈ ലയാവസ്ഥ എന്ന് പറയുന്നത് തുടക്കം മാത്രമാണ്.
അപ്പൊ ലയാവസ്ഥയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ പുരോഗതി തുടങ്ങുന്നത് എന്ന് പറയുന്നു അദ്ദേഹം. അപ്പൊ നമുക്കൊരു അത്ഭുതം തോന്നി, ഇതുവരെ ലയാവസ്ഥ ആണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ലയാവസ്ഥ എന്ന് പറഞ്ഞാൽ തുടക്കമാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇതാണ്: ഓരോ ചക്രങ്ങളിലും ലയാവസ്ഥ സാധ്യമാണ് എന്ന് മാത്രമല്ല, ലയാവസ്ഥയ്ക്ക് ശേഷമുള്ള ആത്മീയ യാത്ര അനന്തമാണ് എന്നുള്ള ഒരു അർത്ഥവ്യാപ്തി കൂടി അതിലുണ്ട്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മള് ഹാർട്ട്ഫുൾനെസ് ഗൈഡ് ദാജി പറയണ ഈ ലയാവസ്ഥയെക്കുറിച്ച്, അതിനുശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം പറയാണ്. ഇപ്പൊ നമ്മള് വെള്ളം നമുക്കറിയാം, അതിന്റെ കെമിസ്ട്രി അറിയണവർക്കറിയാം. അതിനെ H2O എന്ന് പറയാം. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടാവുന്നത്. അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കുന്ന ഒരു ഗ്യാസാണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ ആ പൊട്ടിത്തെറിക്ക് സഹായിക്കുന്ന, പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന മറ്റൊരു വാതകമാണ്. അപ്പൊ രണ്ടും പൊട്ടിത്തെറിക്കുന്ന വാതകങ്ങളാണ് ഒറ്റയ്ക്ക്. അപ്പൊ അതിനെ വേണ്ട രീതിയിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് വെള്ളം കിട്ടും. ആ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അപകടകാരികളും, ഒരുമിച്ച് നിൽക്കുമ്പോൾ ജീവിതത്തിന്റെ അടിസ്ഥാനവുമായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മൾ വെള്ളത്തിന്റെ ഘടന നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുക. അപ്പൊ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മള് ആത്മാവ് പരമാത്മാവുമായിട്ട് യോജിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സംഗതി നടക്കണം. നമ്മൾ പുതിയ രണ്ട് വസ്തുക്കൾ ചേർന്ന് പുതിയൊരു സംയുക്തമായി മാറുന്നു. ആ പുതിയതായിട്ട് ഉണ്ടാവുന്ന സംയുക്തം എന്ന് പറയുന്നത് ജീവിതത്തിന് അനിവാര്യമാണ്, ലോകത്തിലെ എല്ലാവർക്കും ഉപയോഗമുള്ളതാണ്. അതായത് ലയാവസ്ഥയ്ക്ക് ശേഷമാണ് യഥാർത്ഥത്തിൽ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മുടെ ജീവിതം തുടരുകയാണ്. ആ സമയത്ത് നമ്മൾ മറ്റുള്ളവർക്ക് ഉപയോഗമായി മാറുന്നതാണ്. അപ്പൊ ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് നമുക്ക് സ്വയം അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ ഗുണം മറ്റുള്ളവർക്കാണെന്നർത്ഥം. അപ്പൊ ഈ ലയാവസ്ഥയ്ക്ക് ശേഷമാണ് ആ ശരിയായ സേവനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ പോകുന്നത്. അതാണ് ഈ ലയാവസ്ഥ ഒരു തുടക്കം മാത്രമാണെന്ന് ബാബുജി മഹാരാജ് പറയാൻ കാരണം നമ്മുടെ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിന് നോക്കൂ, അവരൊക്കെ ജീവിത ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നവരാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബാബുജി മഹാരാജ്, ലാലാജി, എല്ലാ മാസ്റ്റേഴ്സും അവർ ലയാവസ്ഥയിലാണ്. അതിനുശേഷം അവർ ചെയ്യുന്ന പ്രവൃത്തികളുടെ മൂല്യം നോക്കുമ്പോഴാണ് ലയാവസ്ഥ ഒരു തുടക്കം മാത്രമാണ് നമുക്ക് മനസ്സിലാവുക. പ്രത്യേകിച്ച് ഇപ്പൊ നമുക്ക് ബാബുജി മഹാരാജിനെ പോലെയോ ലാലാജി മഹാരാജിനെ പോലെയോ അല്ലെങ്കിൽ ദാജിയെ പോലെയോ ആകാൻ കഴിയണമെന്നില്ല. പക്ഷേ ഈ ലയാവസ്ഥയ്ക്ക് ശേഷം നമുക്ക് ഓരോരുത്തരും നമ്മളുടെ ഇപ്പോഴുള്ള അവസ്ഥയേക്കാൾ മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ പ്രപഞ്ചത്തിന് ഉപയോഗപ്രദമായ രീതിയിൽ ജീവിക്കാൻ കഴിയുന്നു. അപ്പോഴാണ് ഈ ആധ്യാത്മിക നില പിന്നെയും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ദാജിയുടെ ജീവിതം നോക്കൂ. നമ്മൾ 2015 അദ്ദേഹം മാസ്റ്റർ ആയത്, ഹാർട്ട്ഫുൾനെസ്സിന്റെ ഗ്ലോബൽ ഗൈഡായി മാറിയത്. ഇപ്പൊ 10 കൊല്ലം ആവുന്നു. ഈ 10 കൊല്ലത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് ഒരു 10 കൊല്ലത്തിൽ അല്ല ഒരു 50 കൊല്ലത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ഈ 10 വർഷത്തിൽ ചെയ്തിട്ടുള്ളത്. ഇത് മുഴുവൻ ലോകത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഭണ്ഡാര അറ്റൻഡ് ചെയ്യാൻ കാനക ശാന്തിവനത്തിൽ പോയാൽ അറിയാം. ഏകദേശം 1500 ഏക്കറുള്ള സ്ഥലമാണ്. അത് 10 കൊല്ലം മുമ്പ് ഒരു മരുഭൂമിയായിരുന്നു. ഇന്നത് 3-4 തടാകങ്ങളും
ഒക്കെയുള്ള മനോഹരമായിട്ടുള്ള ഒരു വനമായിട്ട് മാറി. എന്ന് മാത്രമല്ല അവിടെ റെയിൻ ഫോറസ്റ്റ് വരെ ഉണ്ട്. അതായത് 365 ദിവസവും മഴ പെയ്യുന്ന സ്ഥലത്ത് മാത്രം വളരുന്ന കാടുകൾ വരെ കാന ശാന്തിവനത്തിൽ അദ്ദേഹം വളർത്തിയിരുന്നു. അപ്പൊ ഈ മരുഭൂമിയെ എങ്ങനെ ഒരു മഹാവനമാക്കി മാറ്റാൻ പറ്റും? അവിടുത്തെ വെള്ളത്തിന്റെ ലെവൽ ഉയർന്നു. അവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവും പുറത്ത് ഹൈദരാബാദ് സിറ്റിയിലെ അന്തരീക്ഷ ഊഷ്മാവും തമ്മിൽ ഏകദേശം 4-5 ഡിഗ്രിയുടെ വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. നമുക്ക് അവിടെ പോയാൽ അറിയാൻ പറ്റും. അപ്പോ അവര് മാനവരാശിക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതാണ് ലയാവസ്ഥയ്ക്ക് ശേഷം ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാവുന്ന അവസ്ഥ. അതിലേക്കാണ് ബാപ്പുജി മഹാരാജ് നമ്മളെ ഇത്തവണത്തെ മെസ്സേജിലൂടെ കൊണ്ടുപോകുന്നത്. അതിനെക്കുറിച്ച് ഒരു അവബോധം, നമ്മുടെ പുരോഗതി എന്നുള്ളത് നമ്മൾ വിട്ടുകളഞ്ഞ് നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമാകുന്ന പോലെ വെള്ളം മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കൊണ്ട് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം ഒരിക്കൽ കാന ശാന്തിവനം വിസിറ്റ് ചെയ്യുണ്ടായി. അപ്പൊ അദ്ദേഹം അത്ഭുതപ്പെട്ടു ഇതൊക്കെ കണ്ടിട്ട്. അതിന്റെ കഥകൾ പറഞ്ഞപ്പോൾ 10 കൊല്ലം മുമ്പ് മരുഭൂമിയായിരുന്ന സ്ഥലമാണ് എങ്ങനെ മാറിയത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ താല്പര്യം തോന്നി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മരങ്ങളെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചൊക്കെ അങ്ങേക്ക് അപാരമായ അറിവുണ്ട്. ദാജി ഒരു അത്ഭുതമാണെന്നാണ് നരേന്ദ്രമോദിജി എപ്പോഴും പറയുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഗുജറാത്തിന്റെ ബോർഡറിൽ ഡൽഹി വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 750 കിലോമീറ്റർ മലനിരകൾ, അതിന് താരങ്ക ഹിൽസ് എന്നാണ് പറയുക. അവിടെയായിരുന്നു പണ്ട് ജൈന മതത്തിലെ തീർത്ഥങ്കർമാർ തപസ് ചെയ്തിരുന്ന സ്ഥലമായത്. ജൈനമതമാണ് ശരിക്ക് എല്ലാ മതങ്ങളുടെയും മുത്തശ്ശനായിട്ടുള്ള മതം. ജൈനമതത്തിൽ നിന്നാണ് മറ്റെല്ലാ മതങ്ങളും ഉണ്ടായത്. മാത്രമല്ല ഈ ട്രാൻസ്മിഷൻ ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത് ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കാറായിരുന്ന, തീർത്ഥങ്കാർ ഗുരു എന്നുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ജൈനമതത്തിലെ ആദ്യത്തെ തീർത്ഥങ്കാറായിരുന്ന ഋഷഭദേവനാണ് ഈ ട്രാൻസ്മിഷൻ കണ്ടുപിടിച്ച ആൾ. പിന്നീട് അത് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ലാലാജി മഹാരാജാണ് ഈ സംപ്രേഷണം ഈ ഋഷഭദേവന്റെ മായിട്ടുള്ള ആശയവിനിമയത്തിൽ അദ്ദേഹം അത് പുനരാവിഷ്കരിക്കുന്നു. ഈ ഋഷഭദേവൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമചന്ദ്രന്റെ, അയോധ്യയിലെ ശ്രീരാമചന്ദ്രന്റെ സൂര്യവംശത്തിൽപ്പെട്ട ഒരു രാജാവായിരുന്നു അദ്ദേഹം. അപ്പോൾ ദശരഥന് 72 തലമുറകൾക്ക് മുമ്പാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഈ ജൈൻ തീർത്ഥങ്കാർസ് ഒക്കെ മഹാരാജാക്കന്മാരായിരുന്നു. അവർ കുറെ നാൾ കഴിയുമ്പോൾ അവര് രാജ്യഭരണം അടുത്ത അവകാശി ഏൽപ്പിച്ചു, പിന്നെ തപസ്സിന് പോവാൻ. അപ്പൊ എല്ലാവരും തപസ് ചെയ്യുന്ന ധ്യാനമുദ്രയിലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മോദിജി ദാജിയോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ താരങ്ക ഹിൽസ് എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടാൽ ഈ കാൻഹ 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന പോലെ മരുഭൂമിയായിട്ട് കിടക്കുന്നു. അപ്പൊ അത് ഈ ജൈൻ തീർത്ഥങ്കർമാരുടെ പുണ്യസ്ഥലമാണ്. അവരവിടെ തപസ് ചെയ്തിരുന്ന സ്ഥലമാണ്. അവർ ഓരോരുത്തരും 24 തീർത്ഥങ്കാർസ് ഉണ്ട്. ആദ്യത്തെ ആള് ഋഷഭദേവൻ, അവസാനത്തെ ആള് മഹാവീരൻ. നമുക്ക് ആകെ മഹാവീരനെ മാത്രമേ അറിയുള്ളൂ, വർദ്ധമാന മഹാവീരൻ. അപ്പൊ അവരൊക്കെ ഓരോ പ്രത്യേക മരത്തിന്റെ അടിയിലാണ് തപസ് ചെയ്യുക. ഈ ഋഷഭദേവനാണ് ഈ ആൽമരത്തിന്റെ അടിയിലാണ് തപസ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനത്തെ തീർത്ഥങ്കർ മഹാവീരൻ സാൽ വൃക്ഷത്തിന്റെ അടിയിലാണ്. നമുക്കറിയില്ല, ബുദ്ധൻ ബോധിവൃക്ഷത്തിന്റെ അടിയിൽ തപസ് ചെയ്തിരുന്ന പോലെ. അപ്പോ ഈ മരങ്ങളും ഈ തീർത്ഥങ്കാർസും മണ്ണും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങ് ഒരു ഗവേഷണം നടത്തണം. അതോടൊപ്പം തന്നെ ദാജിയോട് പറയാണ്, അതോടൊപ്പം തന്നെ ഈ താരങ്ക ഹിൽസിനെ കാന ശാന്തിവനം പോലെ ആക്കണം. ഇത് കഴിഞ്ഞ 2 കൊല്ലത്തിലാണ് ദാജി ഈ ഇത് ചെയ്തത്. 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ താരങ്ക ഹിൽസിലെ 400 ഏക്കറോളം സ്ഥലം
മുഴുവൻ പച്ചയായി മാറിക്കഴിഞ്ഞു. അവിടെയാണ് ഈ ജൈന തീർത്ഥങ്കാർമാർ തപസ് ചെയ്തിരുന്നത്. മാത്രമല്ല ദാജി ഈ തീർത്ഥങ്കാർസിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഹോളി തീർത്ഥങ്കാർസ് എന്ന് പറഞ്ഞിട്ട്. ഈയിടെ ഒരു പുസ്തകവും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വളരെ മനോഹരമായിട്ടുള്ള പുസ്തകമാണ്. അതിൻ്റെ മരവും മണ്ണും മനുഷ്യന്റെ മനസ്സും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് അത് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ദാജി കഴിഞ്ഞ 10 വർഷത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സേവനങ്ങളെ നമുക്ക് അത്ഭുതം തോന്നും. അങ്ങനെയാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്ത് ഗവൺമെന്റ് ആദരിക്കുന്നത്. അപ്പോ ഇതെല്ലാം ലയാവസ്ഥയ്ക്ക് ശേഷമുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് നമുക്ക് അതിനുള്ള മെസ്സേജ്. അപ്പോ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ആധ്യാത്മിക പുരോഗതി എന്ന് പറയുന്നത്, നമ്മൾ മറ്റുള്ളവർക്ക് എത്രമാത്രം ഉപയോഗപ്രദമാവുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്താ അതിൻ്റെ തത്വം എന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ പ്രവൃത്തികളും അതിൻ്റെ ഫലം നമുക്ക് തന്നെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാ പ്രവൃത്തികളിലും വലിയൊരു സ്വാർത്ഥത ഉണ്ട്. അതിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്ന് നമ്മൾ ആലോചിക്കുകയാണ്. അപ്പൊ ആ കിട്ടുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഏത് പ്രവൃത്തി ചെയ്താലും എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചിന്തയാണ് നമ്മളെ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ എന്നാ പിന്നെ ഫലം നിങ്ങൾ തന്നെ വെച്ചോളൂ. അതാണ് മുദ്രകളായിട്ട് നമ്മുടെ ഉള്ളിൽ വീഴുന്നത്. അപ്പൊ എപ്പോൾ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമാകുന്നോ ആ സമയത്ത് ഈ സംസ്കാര ചക്രം റിവേഴ്സ് ആവും, സംസ്കാരങ്ങളില്ലാണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ കർമ്മണ്യവാധികാരസ്ഥ എന്നുള്ള തത്വം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്. നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ, ഫലം ഈശ്വരനുള്ളതെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾക്ക് ബലം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കുക. അതാണ് സംസ്കാരമായിട്ട് മാറുന്നത്. പിന്നീട് സംസ്കാര ചക്രങ്ങളിൽ ഇങ്ങനെ പെട്ട് പുനരഭിജനനം പുനരഭിമരണം അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ബാബുജി മഹാരാജ് പറയണത്, ലയാവസ്ഥയ്ക്ക് ശേഷമുള്ള അവസ്ഥ ഇങ്ങനെയായിരിക്കുന്നു. എങ്ങനെ? മറ്റുള്ളവർക്ക് പരിപൂർണമായിട്ട് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമ്മുടെ ജീവിതമായി മാറുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥയിൽ ഇപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഗൃഹസ്ഥാശ്രമികളാണ്. അത് വലിയൊരു പാടാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ്, ഇപ്പോൾ ദാജി പറയും സന്യാസം എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്, അതൊരു വലിയ പാപമാണ്. ശരിയായ രീതിയിൽ ആധ്യാത്മികത കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം സന്യാസം ഒരു പാപമാണെന്ന് അദ്ദേഹം പറയണം. എന്തുകൊണ്ടാണ്? സ്വന്തം മോക്ഷപ്രാപ്തി അന്വേഷിച്ച് ബാക്കിയുള്ളത് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ ഉപേക്ഷിക്കുന്നത് പലപ്പോഴും കുടുംബവും കുട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, സമൂഹത്തിനെയാണ്. അപ്പോൾ ദാജി ഇവിടെ എന്തിനെയാണ് നമ്മൾ ത്യജിക്കേണ്ടത്, എന്തിനോടാണ് അനുകമ്പ, ദയ, സഹാനുഭൂതിയൊക്കെ വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ഇതിന് കാരണം എന്നാണ്. ഇപ്പൊ കുടുംബവും മറ്റുള്ള സമൂഹമൊക്കെ നമ്മൾ ത്യജിക്കേണ്ടതല്ല, അത് നമ്മുടെ ആധ്യാത്മിക പുരോഗതിക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം ഹാർട്ട്ഫുൾനെസ്സിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, സന്യാസാശ്രമം എന്ന് പറയുന്നത് അസ്വാഭാവികമാണ്, ഒരു പാപമാണെന്ന് പറയുന്നു. അതൊരു വസ്തുതയാണ്. കാരണം എന്താ? ഇപ്പം നമ്മൾ ആളുകളായിട്ട് പരസ്പരം മിങ്കിൾ ചെയ്യുന്നില്ല. ഇപ്പോൾ നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞു, ഹൈഡ്രജനും ഓക്സിജനും കൂടി മിങ്കിൾ ചെയ്തിട്ടാണ് വെള്ളമാവണത്. ആ മിങ്കിൾ ചെയ്തുണ്ടാവുന്ന വെള്ളം നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്. അപ്പം നമ്മൾ ആളുകളുമായിട്ട് ശരിയായ രീതിയിൽ ഇടപെടാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഒരു അഭ്യാസിയുടെ പെരുമാറ്റ രീതിയും സംസാര രീതിയും ശ്രദ്ധിക്കണമെന്ന് രാജി പറയാൻ കാരണം. അങ്ങനെയാണ് ഹൃദയംഗമമായ ആശയവിനിമയം എന്നുള്ള രീതി അദ്ദേഹം കൊണ്ടുവന്നു. എങ്ങനെ നമ്മൾ മറ്റുള്ള വ്യക്തികളായിട്ട് ഇടപെടും, സമൂഹമായിട്ട് ഇടപെടും, മൊത്തത്തിൽ നമ്മുടെ രാഷ്ട്രമായിട്ട് ഇടപെടും. ആ ഇടപെടുന്ന രീതി നമുക്ക് ലയാവസ്ഥയ്ക്ക് അനുകൂലമായിരിക്കണം. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമാകുമ്പോൾ അത് എല്ലാവർക്കും ഉപയോഗമാവണ പോലെ.
അപ്പൊ ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാത്ത ആൾക്ക് ഈശ്വരനെ സ്നേഹിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയാണെന്ന്. അപ്പൊ കാണുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരു പരിഗണന കൊടുക്കാതെ കാണാത്ത കാര്യത്തിന് ആവശ്യത്തിൽ കൂടുതൽ പരിഗണന കൊടുക്കുന്ന സമയത്ത് അത് ഒരു ബുദ്ധിശൂന്യതയായിട്ട് മാറുന്നു. അതിപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ആവശ്യമുള്ള പരിഗണന കൊടുക്കുന്നില്ല. കാണാത്ത ഈശ്വരൻ എന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കുന്ന രീതിയാണ് സന്യാസാശ്രമം എന്ന് പറയുന്നത്. അപ്പൊ അത് ഹാർട്ട്ഫുൾനെസ്സിൽ വളരെ പ്രസക്തമാണ്. രാജി പറയാറുണ്ട്, ബുദ്ധൻ അദ്ദേഹം കുടുംബം വിട്ടുപോയിട്ടാണല്ലോ ബോധിവൃക്ഷത്തിന്റെ അടിയിൽ തപസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അദ്ദേഹം തിരിച്ച് ഈ ബുദ്ധനായതിനു ശേഷം യശോദരയെ കാണാൻ വരുന്നുണ്ട്, രാഹുലിനെ. പൂർവാശ്രമത്തിലെ ഭാര്യയും മകനെയും കാണാൻ വരുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും മാത്രമാവുന്ന സമയത്ത് യശോദര അദ്ദേഹത്തിനോട് ചോദിക്കുക, അങ്ങ് ഇപ്പൊ ഈ നേടിയെടുത്ത അവസ്ഥയൊക്കെ അങ്ങേക്ക് ഈ രാജകൊട്ടാരത്തിൽ താമസിച്ച് രാജാവായി ഇരുന്നു കൊണ്ട് തന്നെ നേടാൻ സാധിക്കുമോ ഇല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ തീർച്ചയായിട്ടും സാധിക്കും എന്നാണ് ബുദ്ധന്റെ മറുപടി. പിന്നെ എന്തുകൊണ്ട് നിങ്ങളത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോ ബുദ്ധൻ പറഞ്ഞത്, എനിക്ക് അന്ന് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് തരാൻ ആളുണ്ടായിരുന്നില്ല എന്ന് ബുദ്ധൻ സമ്മതിക്കുന്നു. അപ്പൊ ഈ ഗൃഹസ്ഥാശ്രമി യശോദരയുടെ വിവേകമാണോ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം മനസ്സിലാക്കുന്നതിനാണോ പ്രസക്തി? അതുപോലെ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് പറയാറുണ്ട്. സിസ്റ്റർ നിവേദിതയുടെ കത്തുകളിലൊക്കെ കാണാൻ പറ്റും. അദ്ദേഹത്തിന് 36 വയസ്സ് സമയത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനെ കളിയാക്കുന്നു, വിവാഹം കഴിക്കാതെ ഇത്ര കാലം ജീവിച്ചില്ലെന്ന്. വിവേകാനന്ദ സ്വാമികൾ പറയണത്, ഞാൻ ഇപ്പൊ പ്രായമായി, കാരണം അത് 36 വയസ്സ് പ്രായമായി എന്ന് പറയാൻ കാരണം 38 വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇനി വിവാഹത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് പ്രസക്തിയില്ല. ഞാൻ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് കേട്ട് വിവാഹം കഴിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഈ മഹത് വ്യക്തികളൊക്കെ ജീവിതത്തിന്റെ അവസാന ഭാഗത്തില് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കണതിന്റെ അനിവാര്യതയെക്കുറിച്ച്. മറ്റ് ആശ്രമത്തിനേക്കാൾ ബുദ്ധിമുട്ടാണ് കേട്ടോ ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത്. വേണ്ട രീതിയിൽ ആളുകളായിട്ട് ഇടപെടണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കണം. കുടുംബത്തില് അല്ലെങ്കിൽ നമ്മൾ ഗൃഹസ്ഥാശ്രമിയായിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ലയാവസ്ഥയ്ക്ക് ശേഷം നമ്മൾ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപയോഗപ്രദമാവുന്നു ആ രീതിയിലേ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ നിലയ്ക്ക് ആധ്യാത്മിക പുരോഗതിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത്. അതാണ് ഇത്തവണത്തെ മെസ്സേജിലൂടെ രാജി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗൃഹസ്ഥാശ്രമം ജീവിതം അനിവാര്യമാണ്. ആധ്യാത്മിക പരിശീലനം, സംപ്രേഷണത്തിന്റെ സഹായത്തോടു കൂടിയുള്ള ധ്യാനം, ശുദ്ധീകരണം, പ്രാർത്ഥന, ഇത് അനിവാര്യമാണ്. അതിനും പുറമെ നമ്മുടെ ജീവിതത്തിനെ പരിപൂർണമായിട്ട് സേവനമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കുള്ള ഫലം നമ്മുടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ധ്യാനം കൊണ്ട് വലിയ ഗുണമില്ല. നമ്മൾ ധ്യാനം ചെയ്യേണ്ടത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആധ്യാത്മിക പുരോഗതിക്ക്. അതിനോടൊപ്പം ഞാൻ ഗൃഹസ്ഥാശ്രമം മനോഹരമായിട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സ് ക്രമീകരിക്കാൻ വേണ്ടി മാത്രമേ ധ്യാനത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഹാർട്ട്ഫുൾനെസ് വിഭാവനം ചെയ്യുന്ന മോക്ഷപ്രാപ്തി, സാക്ഷാത്കാരം, ലയം, ലയാവസ്ഥയ്ക്ക് അപ്പുറം എന്നുള്ള അവസ്ഥകളൊക്കെ ഭാവനയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോ പരോക്ഷമായിട്ട് രാജ്യം നമുക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാസ്റ്റർ, മിഷൻ, മെത്തേഡ് 3 ഉണ്ട്. ചില ആളുകൾ ഓരോരുത്തരും ഓരോ രീതിയിൽ അതിനെ കാണുന്നു. ചിലർക്ക് അത്യാവശ്യം മെഡിറ്റേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പിന്നെ ഒരു കാര്യത്തിൽ ഇടപെടില്ല അവർ. ഈ മിഷൻ എങ്ങനെ കൊണ്ട് നടക്കണമെന്ന് പോലും ചിന്തിക്കാത്ത ആളുകൾ ധാരാളമുണ്ട്. അപ്പൊ മിഷനിൽ അവർക്ക് താല്പര്യമില്ല. ചിലർക്ക് മാസ്റ്ററിലും താല്പര്യമില്ല, ഈ മെത്തേഡ് മാത്രമേ വേണ്ടുള്ളൂ, പ്രാക്ടീസ് മെഡിറ്റേഷൻ മാത്രം. വേറെ ചിലർ പറയും ഈ മെഡിറ്റേഷൻ ഞാൻ വേറെ ചില മെത്തേഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. അത് മെത്തേഡ് മാത്രമാണ്. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ മെത്തേഡ് അല്ലെങ്കിൽ സാധനാ പദ്ധതി പരിശീലനത്തിൽ നമുക്ക് കിട്ടുന്ന ആധ്യാത്മിക അവസ്ഥകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അഭിനന്ദിച്ച് നന്ദിബോധം വളർത്തുമ്പോഴാണ്
മാസ്റ്റർ എന്നുള്ള സംഗതിയിലേക്ക് നമ്മൾ മാറുള്ളൂ. സംപ്രേഷണത്തിന്റെ ഉറവിടത്തു നിന്നാണ് ഇത് വരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ആധ്യാത്മിക നിലയിൽ മാറ്റം വന്നതെന്ന് തിരിച്ചറിയുമ്പോഴാണ് മാസ്റ്ററോട് നന്ദി ബോധം വരിക. അപ്പോഴാണ് മാസ്റ്ററെ കുറിച്ച് ആലോചിക്കുക. മെത്തേഡിൽ നിന്ന് പതുക്കെ നമ്മൾ മാസ്റ്ററിലേക്ക് വരും. അങ്ങനെ മാസ്റ്ററെ കുറിച്ച് അറിയും, അദ്ദേഹത്തിനോട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് അറിയുകയും ചെയ്യുമ്പോഴാണ് ഇപ്പൊ ഈ ദാജിയുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിൽ ഈ പ്രപഞ്ചത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു മനുഷ്യൻ 24 മണിക്കൂറും ജീവിതാവസാനം വരെ ഈ പ്രപഞ്ചത്തിനെ എങ്ങനെ മെച്ചപ്പെട്ട ഒരു സ്ഥലമാക്കി മാറ്റിയിട്ട് ഇവിടുന്ന് പോവാന്ന് മാത്രം ആലോചിക്കുന്ന ഒരാൾ. അപ്പോൾ നേരത്തെ ബാബുജി മഹാരാജ് പറഞ്ഞ പോലെ അവരെ പോലെ ബാബുജി പോലെയോ ലാലാജി പോലെയോ ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെയോ നമുക്ക് ആവാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷേ ലയാവസ്ഥ നിലനിർത്തിക്കൊണ്ട് നമ്മൾ എന്താണോ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സേവനം ചെയ്യാൻ സാധിക്കും. അപ്പം അതിന് ഹാർട്ട്ഫുൾനെസ്സിലെ മാസ്റ്റർ, മിഷൻ, മെത്തേഡ് എല്ലാം പ്രധാനമാണ്. എങ്ങനെയാണ് ഈ മിഷൻ കൊണ്ടു നടക്കുന്നത്, എന്തൊക്കെയാണ് ഈ മിഷന്റെ പ്രവർത്തനങ്ങൾ? വനവൽക്കരണം ഒരു പ്രധാന ദൗത്യമായിട്ട് മിഷൻ ഏറ്റെടുത്തിരിക്കുക. കാരണം എന്താണ്? ഭൂമി മണ്ണിനെ നിലനിർത്തണമെങ്കിൽ മഴ വേണം, മഴ വേണമെങ്കിൽ മരങ്ങൾ വേണം. മണ്ണിനെയും മരങ്ങളെയും നിലനിർത്തണമെങ്കിൽ മനുഷ്യന്റെ മനസ്സ് ക്രമീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഈ തീർത്ഥങ്കാർ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രത്യേക മരത്തിന്റെ അടിയിൽ അവർ തപസ് ചെയ്യുന്നത്. അതിനെ ദീക്ഷവൃക്ഷം എന്നാണ് അവർ പറയുന്നത്. ആ മരത്തിന്റെ അടിയിൽ നിന്നാണ് അവർക്ക് ബോധോദയം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിലെ സാധകനായിരിക്കുന്ന സമയത്ത് ഈ വക കാര്യങ്ങളെക്കുറിച്ച് ആത്മപരിശോധന ചെയ്യേണ്ട ആവശ്യകത. യഥാർത്ഥത്തിൽ ആധ്യാത്മിക പരിശീലനം കൊണ്ട് നമ്മൾ ഏത് രീതിയിൽ പരിവർത്തനപ്പെട്ട വ്യക്തികളായി മാറേണ്ടിയിരിക്കുന്നു. ആ പരിവർത്തനം വന്ന അവസ്ഥയിൽ നമ്മുടെ പ്രവൃത്തികൾ ഏത് രീതിയിലാണ്, ആ പ്രവൃത്തികളുടെ ഗുണം അനുഭവിക്കുന്നത് നമ്മളാണോ മറ്റുള്ളവരാണോ? ഈ വക വസ്തുതകളെ കുറിച്ചുള്ള ഒരു അവബോധം അനിവാര്യമാണ്. അതാണ് നമ്മളെ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് ഓരോ ലെവലും കഴിയുമ്പോഴാണ് അടുത്ത ലെവലിനെ കുറിച്ച് അവർ പറയുന്നത്. അപ്പം നമ്മളെ പടിപടിയായി ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ അവസ്ഥയ്ക്ക് ശേഷമുള്ള അവസ്ഥ ഇപ്പൊ പറയണമെന്ന് പറഞ്ഞാൽ എന്താ കാരണം? അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വഴിയിൽ കൂടെ കുറെ അഭ്യാസികളെങ്കിലും കടന്നുപോയി എന്നതിന്റെ ലക്ഷണമാണ് അത് കാണിക്കുന്നത്. അതൊരു മഹത്തായ കാര്യമാണ്. കുറെ ആളുകളെങ്കിലും പുരോഗമിക്കുന്നു, അല്ലെങ്കിൽ മാസ്റ്റർ, മിഷൻ, മെത്തേഡ് എന്നുള്ള 3 സംഗതികളെയും ഒരുപോലെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നേറുന്നു എന്നാണ് അത് കാണിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോഴുള്ള അഭ്യാസികളൊക്കെ അഭിനന്ദനം അർഹിക്കുന്നു. താങ്ക് യു. നമസ്കാരം.